അൻവർ അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് നിലമ്പൂരും രാഷ്ട്രീയ കേരളവും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച PV അൻവർ പ്രചാരണ രംഗത്ത് സജീവമാകാത്തതും സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നു. മരിച്ചാലും പിൻവലിക്കില്ലെന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് പലതും മാറ്റി പറഞ്ഞ അൻവർ ഇതിൽ ഉറച്ചു നിൽക്കുമോ മാറുമോ എന്നതും പ്രധാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് 3-ന് അവസാനിക്കും. വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ, അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കോ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒരു അനുമാനത്തിലേക്കോ ഒന്നും നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്താണ് നമുക്ക് അൻവർ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന? ആര്യ, അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരേക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല എന്നൊരു സൂചനയാണ് അൻവറിൻ്റെ ക്യാമ്പിൽ നടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, UDF നേതാക്കൾ തന്നോട് സംസാരിക്കുന്നുണ്ട്, തന്നോട് ചർച്ച ചെയ്യുന്നുണ്ടെന്ന കാര്യം അൻവർ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറെ അനുനയിപ്പിക്കാൻ ഉള്ള രഹസ്യ ചർച്ചകൾ, നീക്കങ്ങൾ ഇപ്പോഴും സജീവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ആ ഒരു ചർച്ചകളുടെ അവസാനം ക്ലൈമാക്സ് എന്താകുമെന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇനി കാത്തിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ പ്രചരണത്തിൽ സജീവമായിട്ട് ഇറങ്ങാത്തത്, അതായത് പരസ്യ പ്രചരണത്തിൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ചെറിയ ചെറിയ കൺവെൻഷനുകളും പ്രവർത്തക സംഗമങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. അതിനപ്പുറം ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ പ്രചരണത്തിൽ സജീവമാകാതെ, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിലും പ്രചരണത്തിൽ സജീവമാകാതെ ഒരു മരവിപ്പിച്ച അവസ്ഥയിൽ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തെ കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും അൻവറിൻ്റെ കാര്യത്തിൽ 3 മണിയോടെ നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടാകും. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാതെ എന്നാൽ പ്രചരണത്തിൽ സജീവമാകാതെ ആയിരിക്കുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് അറിയേണ്ടത്. ഇതുവരേക്കും അദ്ദേഹത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നും അദ്ദേഹവുമായി അടുത്ത ആളുകളിൽ നിന്നൊക്കെ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമെന്ന തരത്തിൽ തന്നെയാണ് ലഭ്യമാകുന്ന വിവരം ഉള്ളത്. ഉച്ചയൊക്കെ 3 മണിക്കാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം, അല്ലെങ്കിൽ അവസാന മണിക്കൂർ. അതിനുള്ളിൽ അദ്ദേഹം ഏത് തീരുമാനത്തിലെത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. രാവിലെ ഇതുവരെ അദ്ദേഹത്തെ എവിടെയാണെന്ന് നമുക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുമാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലെ ട്വിസ്റ്റ്, അല്ലെങ്കിൽ അതിലൊരു സസ്പെൻസ് ഇന്ന് 3 മണിയോടെ അവസാനിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. അനുമോദ, അണിയറയിൽ എന്താണ് കോപ്പ് കൂട്ടുന്നത് എന്നത് നമുക്കറിയില്ല. അതിലാണ് ആകാംക്ഷ മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ UDF-മായി ചർച്ച നടക്കുന്നുണ്ട് എന്ന അൻവർ മാത്രമാണോ പറയുന്നത്, അതോ UDF ക്യാമ്പ് അത്തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ടോ? ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് നേരത്തെയൊക്കെ പ്രതികരണങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോഴും അന്തർധാരയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് സമ്മതിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അൻവർ ഇപ്പോഴും പത്രിക പിൻവലിക്കാനൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അത് UDF-ന് മാത്രമല്ല ഇടത് ക്യാമ്പിനും ഉണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നതൊന്നും പരസ്യമായിട്ട് ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് VS ജോയ് അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും മറ്റ് നേതാക്കളൊന്നും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തില്ല. ഇന്നലെ K സുധാകരൻ പോലും ഇനി അൻവറുമായിട്ട് ഒരു ധാരണയ്ക്കില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിട്ടുള്ളത്. പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. അൻവറിനെ അനുനയിപ്പിച്ച് ഈ തരത്തിൽ UDF-ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അൻവറും ആ ശ്രമങ്ങളോടൊക്കെ അനുകൂലമായിട്ട് തന്നെയാണ് അൻവർ പ്രതികരിക്കുന്നത്. കാരണം അൻവറെ സംബന്ധിച്ച് ഈ UDF-ന്റെ വഴിയല്ലാതെ മറ്റൊരു വഴി മുമ്പിൽ ശേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി സമ്മർദ്ദം ഉയർത്തുക തന്നെയാണ് അൻവറും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചവരേക്കും ഇത്തരത്തിലുള്ള പല സമവായങ്ങൾക്കും ചർച്ചകൾക്കും സാധ്യതയുണ്ടെന്നിരിക്കെ UDF അത് ഉപയോഗിക്കുന്നുണ്ട്. അൻവർ അത്തരം ചർച്ചകൾക്ക് നിന്നു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അൻവർ പരസ്യപ്രചാരണം സജീവമാക്കാത്തത് ഇത്തരം നീക്കുപോക്കുകൾ നടക്കുന്നുകൊണ്ടാണ് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. അതുകൊണ്ട് തന്നെ അൻവർ പത്രിക പിൻവലിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇനി പിൻവലിച്ചില്ലെങ്കിൽ പോലും അൻവർ ഒരു പക്ഷേ തൻ്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള തൻ്റെ പ്രചാരണം സജീവമാക്കാതെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നിലമ്പൂരിന്റെ മത്സര ചിത്രം അത് പൂർണ്ണമായും തെളിയും. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. 100 പേജിൽ തികയാത്ത പരാതികൾ സർക്കാരിനെതിരെ ഉണ്ട്. ജില്ലയെ
ആക്ഷേപിച്ചു പറയുകയും അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പരാമർശം മാറ്റി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും AP അനിൽകുമാർ ന്യൂസ് 18നോട് ചോദിച്ചു. നിലമ്പൂരിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ആദ്യഘട്ടത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം അത് ഏറ്റവും നല്ല രീതിയിൽ നിയോജകമണ്ഡലം തല കൺവെൻഷൻ, പഞ്ചായത്ത് തല കൺവെൻഷൻ, അതിനുശേഷം ബൂത്ത് തല കമ്മിറ്റി ഫോർമേഷൻ, സ്ക്വാഡ് വർക്ക്, അതായത് ഗൃഹസന്ദർശന പരിപാടിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ വീടുകളിലും UDFന്റെ പ്രവർത്തകരെത്തി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നൽകി. അതോടൊപ്പം സ്ഥാനാർത്ഥി പര്യടനം 3-ാം തീയതി ആരംഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിലുള്ള ആവേശവും മുന്നൊരുക്കവും നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വിഷയങ്ങളാണ് UDF പ്രചരണത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലുള്ള അഭിമുഖം. 2, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് KC വേണുഗോപാലിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉയർത്തുന്നതാണ് LDF പറയുന്നത്. എങ്ങനെ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ. വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും 100 പേജ് എഴുതിയാൽ തീരാത്ത അത്ര പരാതികൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ 14 ജില്ലകളിലൊരു ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി. അതാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി. ആ മുഖ്യമന്ത്രി തന്നെ ഒരു ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുക, അങ്ങനെ ആക്ഷേപിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് CPMനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് അത് ചർച്ചയാവുകയും അതിൽ CPM വിശദീകരണം കൊടുക്കുകയൊക്കെ ചെയ്ത വിഷയമല്ലേ, വീണ്ടും എന്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്നു? അല്ല, ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ അദ്ദേഹം പറയുന്നു, മറ്റുള്ള രീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് അദ്ദേഹം സംരക്ഷണം കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയി. ഇനിയും വരുന്നുണ്ട്. അദ്ദേഹത്തിന് മാറ്റമുണ്ടെങ്കിൽ അദ്ദേഹം വരുമ്പോൾ പറയട്ടെ, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയുടെ സമീപനത്തിൽ മാറ്റമുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചാരണം മുഴുവൻ നടക്കുന്നത്. പലപ്പോഴും ആരുടെ ഷൗക്കത്തിൻ്റെയും ആരുടെ മുഹമ്മദിൻ്റെയൊക്കെ പഴയ പരാമർശങ്ങൾ, അതുപോലെ കഴിഞ്ഞ UDFന്റെ കൺവെൻഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ VV പ്രകാശമാണ്, അതൊക്കെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുക? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടാനുള്ള ഒരു നടപടിയായിരിക്കും അവരുടെ ഈ വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടായിരിക്കും. അതായിരിക്കും 23-ാം തീയതി നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയുക. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ അഭിമുഖത്തിൻ്റെ പരാമർശം അത് പണ്ട് അൻവർ ഉന്നയിച്ചതാണ് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത് UDF ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും സന്തോഷം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉന്നയിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ UDFന് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങൾ കുറേ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ്